ഒരിക്കൽ രണ്ട് യുവാക്കൾ ഒന്നിച്ചൊരു യാത്ര പോയി. നടന്നു നീങ്ങുന്നതിനിടയിൽ വഴിയിൽ കിടന്ന അവരിലൊരാൾക്ക് ഒരു പണക്കിഴി കിട്ടി. ഞാൻ എന്ത് ഭാഗ്യവാനാണ്! പണക്കിഴി കിട്ടിയ യുവാവ് സന്തോഷത്തോടെ പറഞ്ഞു. എനിക്ക് കിട്ടിയ ഈ പണക്കിഴിയിൽ മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണെന്നാണ് തോന്നുന്നത്. ഇത് കേട്ട രണ്ടാമത്തെ യുവാവ് പറഞ്ഞു, നിനക്കൊരു പണക്കിഴി കിട്ടിയെന്നല്ല, നമുക്കൊരു പണക്കിഴി കിട്ടിയെന്നാണ് പറയേണ്ടത്. ഒന്നിച്ച് സഞ്ചരിക്കുന്നവർ വഴിയിലെ കഷ്ടതകളും ഭാഗ്യങ്ങളും ഒരുപോലെ പങ്കുവെക്കേണ്ടവരാണ്. അതാണ് ശരി. ഇത് കേട്ട പണക്കിഴി കിട്ടിയ യുവാവിന് ദേഷ്യം വന്നു. അവൻ കോപത്തോടെ പറഞ്ഞു, അല്ല, അത് ശരിയല്ല. ഞാനാണ് പണക്കിഴി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് മാത്രമുള്ളതാണ്. അവർ പിന്നെയും യാത്ര തുടർന്നു. അല്പം കൂടി മുന്നോട്ടു പോയപ്പോൾ ഒരു പറ്റം കൊള്ളക്കാർ തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്നത് അവർ കണ്ടു. കൊള്ളക്കാരെ കണ്ട് പണക്കിഴി കയ്യിലുള്ള യുവാവ് പരിഭ്രാന്തനായി. അവൻ പറഞ്ഞു, അയ്യോ, കൊള്ളക്കാർ നമ്മളുടെ കയ്യിലെ പണക്കിഴി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളുടെ രണ്ടുപേരുടെയും കാര്യം കഷ്ടത്തിലാകും. അങ്ങനെയല്ല, കൊള്ളക്കാർ നിന്റെ പണക്കിഴി കണ്ടുപിടിക്കുകയാണെങ്കിൽ നിന്റെ കാര്യം കഷ്ടത്തിലാകും. അങ്ങനെയാണ് പറയേണ്ടത്. അതാണ് ശരിയും. വഴിയിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ പങ്കുവെക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ വഴിയിൽ നിന്ന് കിട്ടുന്ന കഷ്ടതകളും പങ്കുവെക്കാൻ കഴിയില്ല എന്ന് നീ മനസ്സിലാക്കണം.